ഹലോ എവ്രിവൺ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെമഡീസ് ആണ്. എന്താണ് റെമഡീസ്? നമ്മൾ ഇപ്പം പേഴ്സണൽ റീഡിങ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തിടുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്കൊരു റെമഡി അല്ലെങ്കിൽ സജഷൻ, അഡ്വൈസ്, സൊല്യൂഷൻ എന്ന രീതിയിലൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു തരാറുണ്ടല്ലേ. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പല റെമഡീസ് പറഞ്ഞു കൊടുക്കുമ്പോഴും പലർക്കും അത് മനസ്സിലാവുന്നില്ല. ഇതാണോ റെമഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ സാധനം, പറയുന്ന വേർഡ്സ് എന്താണ്, എന്താ, അങ്ങനെ ഒരു ക്ലാരിറ്റി കുറവ് പലർക്കും ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിനെ കുറിച്ചാവാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സ്പിരിച്വൽ കൈൻഡ് ഓഫ് തിങ്സ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് എപ്പോഴാണ് നമ്മൾ വഴി മുട്ടി ഇനി ഒരു മാർഗ്ഗമില്ല എന്ന രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളോട്ട് തിരിയുന്നത്, അല്ലെ? ഒരു റീഡിംഗ് എടുക്കണം, ഒരു ആസ്ട്രോളജറിനെ കാണണം, ബുദ്ധിമുട്ട് എന്താണ് അതൊന്ന് മനസ്സിലാക്കണം, അതിനുള്ളൊരു സൊല്യൂഷൻ, അതിനുള്ളൊരു പോംവഴി കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുന്നില്ലേ? അപ്പൊ ആ ഒരു തരത്തിലുള്ള റീഡിങ്, അതിനുള്ള അങ്ങനെ വഴി ആഗ്രഹിക്കുന്നവർക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയില്ല, എന്നാലും കുറച്ചൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ അപ്പൊ എന്താ, എവിടുന്ന് തുടങ്ങണ്ടേ? ഓക്കെ. ആദ്യം തന്നെ സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നവർക്കുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ പഠിക്കുകയാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യാണ്, എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ വെറുതെ ഇരിക്കാന്ന് തന്നെ വിചാരിക്കാം. ഇപ്പൊ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാലോ, അല്ലെ? അപ്പൊ വെറുതെ ഇരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം, നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഇതിലുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്നവർക്കും നമുക്കൊരു ഫീൽ ചെയ്യാണ്, ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യാണ്, അല്ലെങ്കിൽ വല്ലാത്തൊരു ടയേർഡ്നെസ് ഫീൽ ചെയ്യാണ്. എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞാൻ ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുമ്പോഴേ ഞാൻ അങ്ങ് സ്റ്റെക്കായി പോവാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു തരത്തില്, ഒന്നെങ്കിൽ നമ്മൾ പറയില്ലേ പിന്നീന്ന് വിളിച്ചു, ആ രീതിയിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. നമ്മൾ എത്ര ഇപ്പൊ ടൈം ടേബിൾ ഒക്കെ എഴുതി ഉണ്ടാക്കി, നമ്മൾ അലാം വെച്ചു, അത് പഠിക്കണ കാര്യത്തിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും നമുക്ക് കറക്റ്റ് സമയത്തിന് എണീക്കാനോ, അല്ലെങ്കിൽ എണീറ്റു എന്ന് വിചാരിച്ചാൽ തന്നെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നില്ല പല കാര്യങ്ങളും. ഇപ്പൊ ഓഫീസിൽ പോകുന്ന കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ നല്ലൊരു ജോബ് കിട്ടാനുള്ള കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ കൈയിന്റെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വരെ എത്തിച്ചു തന്നിട്ടും ആ കാര്യങ്ങൾ തടസ്സപ്പെട്ടു പോവാണ്. ഓക്കെ. അപ്പൊ അതിന് ഒരു റെമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന നെഗറ്റീവ് എനർജി കാരണമാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു ക്ലൻസിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്താൽ നല്ലൊരു കാര്യമായിരിക്കും. അപ്പൊ ചോദിക്കാം എന്താണ് ക്ലൻസിങ് എന്നുള്ളത്, അല്ലേ? ഞാനിതിങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വിചാരിച്ചിട്ടല്ല കേട്ടോ. എന്നാലും ഇങ്ങനെ മാർഗങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റല്ല എന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊരു ക്ലൻസിങ് ആണ്. അതായത് നമ്മുടെ നമ്മുടെ എനർജി, നമ്മുടെ ഓറ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ. അപ്പം അതിലൊക്കെ ഒരു ഒരു ബ്ലോക്കേജ് വന്നു കിടക്കാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു കണ്ണുതട്ടല്, അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നു കിടക്കുന്നത് കൊണ്ട് നമ്മൾക്ക് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ക്ലൻസിങ് ആണ്. ഇപ്പം എങ്ങനെയാണ് ക്ലൻസ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു ഹീലർ ആയതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മൾക്ക് ഹീൽ ചെയ്തുകൊണ്ട് നമുക്ക് ക്ലൻസ് ചെയ്യാൻ പറ്റും. അതായത് ആസ് എ ഹീലർ എനിക്ക് നിങ്ങൾക്ക് ക്ലൻസ് ചെയ്ത് തരാൻ പറ്റും. മെത്തേഡ്സ് ഉണ്ട് അതിന്. ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒഴിവാക്കാം. അങ്ങനെ ആ കുറെ എനർജി നമുക്ക് ഹീൽ ചെയ്ത് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എന്റെ കയ്യിൽ തന്നെ കാണുന്നുണ്ടായിരിക്കും ഒരു പിരിമിഡ്, അല്ലെ? ഇത് ആക്ച്വലി ഒരു ക്രിസ്റ്റൽ ആണ്. ഓക്കെ. എനിക്കിപ്പം ചിലർ സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ചില റീഡിംഗ് ഒക്കെ എടുക്കുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഫീൽ ചെയ്യും. ഞാൻ തന്നെ എനർജി എന്താ പറയാ പോയിക്കൊണ്ടേയിരിക്കും എന്റെ എനർജി. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ക്രിസ്റ്റൽസ് എന്നൊക്കെ പറഞ്ഞ കാര്യം. ഓക്കെ. പിന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യണമെന്നില്ല. പറഞ്ഞ ക്രിസ്റ്റൽ ഹീലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പൊ ക്രിസ്റ്റൽ കൂടുതലായിട്ട് ഞാൻ കണക്ട് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പൊ ക്രിസ്റ്റൽസിനെ കുറിച്ച് അറിയാം അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് യൂസ് ചെയ്യാം. ഓക്കെ.
അപ്പൊ സോറി, ഞാനിപ്പോ ക്രിസ്റ്റലോട്ട് പറഞ്ഞു വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്നെസ് ഹീൽ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവണ്ടേ. ആ ഒരു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം. പലതരത്തിലുള്ള ക്രിസ്റ്റൽസ് ഉണ്ട്, നെഗറ്റീവ് റിമൂവ് ചെയ്യാനുള്ള ക്രിസ്റ്റൽസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ക്രിസ്റ്റൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ പ്രൊട്ടക്ഷൻ ക്രിസ്റ്റൽസ്, മറ്റൊരാളുടെ നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഒക്കെ നമുക്ക് ഇങ്ങനത്തെ ക്രിസ്റ്റൽസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റക്നെസ് ഉള്ളവരുടെ ഒരു കാര്യം തീർന്നു. ഇനി പറയാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിൽ വേണ്ടിയിട്ടുള്ള ഒരു ഒരു റെമഡിയാണ്. ഓക്കെ, അതായത് നമ്മൾ എപ്പോഴും റീഡിങ് എടുക്കുമ്പോൾ റിലേഷൻഷിപ്പ് കൈൻഡ് ഓഫ് റീഡിങ്സ് എടുക്കുമ്പോൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് തേർഡ് പാർട്ടി പ്രസൻസ്. അപ്പൊ ഇനിയുള്ള ഭാഗങ്ങള് കേൾക്കുന്നത് തേർഡ് പാർട്ടി, അതായത് റിലേഷൻഷിപ്പ് കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ഫ്ലോ ഒന്ന് സ്മൂത്ത് ആക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം അപ്പൊ എന്നോട് ചോദിക്കരുത് എന്താണ് ഈ തേർഡ് പാർട്ടി എന്നൊക്കെ. ഓക്കെ, പലരും ചോദിക്കാറുണ്ട് തേർഡ് പാർട്ടി പ്രസൻസ് കാണുന്നുണ്ട് റിലേഷൻഷിപ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ ചോദിക്കും അതെന്താ ചേച്ചിന്ന്. ഓക്കെ, അപ്പം അറിയുന്നവരാണെങ്കിൽ ഇത് കാണാം. തേർഡ് പാർട്ടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ്, ഞാനും അല്ലെങ്കിൽ എന്റെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പില് ഞാനും പാർട്ട്ണറും അല്ലാതെ വേറെ ആരുടെയും എനർജി അതിലോട്ട് വരുന്നുണ്ടെങ്കിൽ, വേറൊരാളുടെ ഇൻവോൾവ്മെന്റ് അതിൽ വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ തേർഡ് പാർട്ടി പ്രസൻസ് ആയിട്ട് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പൊ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയ ഇതിൽ പറയുന്നില്ല, പക്ഷെ അതിന് വഴികളുണ്ട്. തേർഡ് പാർട്ടി റിമൂവൽ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കുണ്ട്. നമുക്കത് ഹീലിംഗ് വഴി നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അതേപോലെ സ്പെൽസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് വഴിയും നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ഇതെല്ലാം ഡിഫറെന്റ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ റിമൂവ് ചെയ്ത് ആ ഒരു പേഴ്സൺ നമ്മളോട്ട് കൂടുതൽ അടുപ്പിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പ് വൈസ് ഇഷ്യൂസ് ആണെങ്കിൽ കൂടി, അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പൊ ബോണ്ടേജ് കുറവാണ്, നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറവാണ്, അങ്ങനെ ഇന്റിമസി കുറവാണ്, അങ്ങനെ എന്ത് കാര്യം ആയിക്കോട്ടെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് ഹീലിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം. ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ റീക്കി ഹീലർ ആണ്. അപ്പൊ റീക്കി ഹീലിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഹീൽ ചെയ്ത് എടുക്കാൻ സാധിക്കും. അതേപോലെ സ്പെൽസും കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്പെൽസ് ഉണ്ട്, റിലേഷൻഷിപ്പ് സ്പെൽസ് ഉണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പറയാ ഇതേപോലെ സ്പെൽസും മെത്തേഡ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോസസ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാനിത് ഇങ്ങനെ എടുത്ത് പറയാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് പറഞ്ഞല്ലോ, ചിലര് എന്താ പറയാ ഇത് ഒരു ഒരു നിർവാഹമില്ല ഇവിടുന്ന് അങ്ങോട്ട് പോവാൻ, അല്ലെങ്കിൽ ആ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ ഈ വീഡിയോ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരിലോട്ട് എത്തട്ടെ എന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾ വേണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വരുന്ന അടുത്തൊരു ചോദ്യമായിരിക്കും ഇതെല്ലാം പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ, അതായത് ഈ പറയുന്ന ഹീലിങ്സ് അല്ലെങ്കിൽ സ്പെൽസും എന്ന് പറഞ്ഞത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ, റിസൾട്ട് ഉണ്ടാവോ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും ചോദിക്കും അല്ലെ. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏതൊരു കാര്യത്തിനും ട്രസ്റ്റോട് കൂടി സമീപിക്കുകയാണെങ്കിൽ അല്ലെ, ഇപ്പൊ നിങ്ങൾ റീഡിംഗ് തന്നെ എടുക്കാൻ വന്നു എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് എന്നെ ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഞാൻ എന്താ പറയുന്ന ആ റീഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ ട്രസ്റ്റ് ഉണ്ടായിരിക്കണം, ആ എനർജിയിൽ ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ റീഡിങ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുള്ളൂ. അല്ല ഇപ്പൊ നിങ്ങൾ റീഡിങ് എടുക്കുകയാണ്, ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അല്ലല്ല ഇങ്ങനെയൊന്നല്ല, ഇതിന് വേറൊരു വശം കൂടി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരിക്കലും ഉത്തരം കിട്ടില്ലല്ലോ. അപ്പൊ അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും. കാരണം ഇതെല്ലാം എനർജി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, പലരും നമ്മളെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് റീഡ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. വല്ലാത്തൊരു അവസ്ഥയാണ് ലൈഫ്, മുന്നോട്ട് പോകാൻ ഒരു നിർവാഹമില്ല, അതുകൊണ്ടാണ് റീഡിങ്ങിന് വേണ്ടി വന്നതെന്ന്. ഓക്കെ, അപ്പൊ അവരോടായിട്ടാണ് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരിക്കലും സ്പിരിച്വൽ കൈൻഡ് ഓഫ് തിങ്സ്, അതായത് ഈ എനർജി കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മളിപ്പോ ഞാൻ വിചാരിക്കുന്ന യൂട്യൂബിലേക്ക് വീഡിയോ ഇടുന്നുണ്ട്, അങ്ങനെ ചിലപ്പോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുമല്ലോ. പക്ഷെ ഇതൊരു കൈൻഡ് ഓഫ് എന്താണ് എനർജിയാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക്. എനിക്കിത് ചെയ്തതിന് ശേഷം എന്തായിരിക്കും എന്റെ എനർജി ലോസ് എനിക്ക് സംഭവിക്കുന്നുണ്ട്.
ഓക്കെ. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു എനർജി അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. പിന്നെ അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒത്തുവരണം. നമുക്ക് തോന്നുകയാണ് റിയലി നമ്മുടെ ഉള്ളിൽ നിന്ന് ഇൻഡ്യൂഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പേർക്ക് ഫ്രീ ആയിട്ട് റീഡിംഗ് കൊടുക്കണം എന്ന്. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഫ്രീ റീഡിംഗ് അവൈലബിൾ ആവുന്നതും നിങ്ങൾക്ക് ചെയ്യാൻ ഐ മീൻ എന്താ പറയാ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നതിലും തെറ്റില്ലാതെ വരുന്നത്. ഓക്കെ. കാരണം അതിന് അതിൻ്റെതായ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം എടുത്ത് അതിൻ്റെതായ ഒരു സമയമാകുമ്പോഴാണ് നമുക്ക് അതൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ, നമ്മൾ ചെയ്യുകയും ചെയ്യുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും എനിക്കിപ്പോ റീഡിങ് വേണം അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്തു തരാൻ പറ്റില്ല. അതിന്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും നിങ്ങളെ പോലെ ഒരു മനുഷ്യനാണ്. ഓക്കെ. അതേപോലെ ചിലർക്ക് ഇതായിരിക്കും അവരുടെ ഉപജീവന മാർഗം എന്ന് പറയേണ്ടത്. ടാരറ്റ് റീഡിങ്ങോ അല്ലെങ്കിൽ സ്പിരിച്വൽ ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അവർക്ക് ഉപജീവന മാർഗം കൂടിയായിട്ട് വന്നിരിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ. അപ്പൊ അവരൊക്കെ അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ ലൈഫ് മുന്നോട്ട് പോവുക? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കൂടി നിങ്ങൾ ചിന്തിക്കണം. പിന്നെ ചെയ്തു കൊടുക്കുന്നവരുണ്ട്, അവരെങ്ങനെയുള്ളവരായിരിക്കും? അത്രയും ഹയർ ഡയമെൻഷൻ, അത്രയും ഉയർന്ന രീതിയിൽ അല്ലെങ്കിൽ ആ തലത്തിൽ എത്തിപ്പെട്ട മനുഷ്യരായിരിക്കും. അവർ മനുഷ്യരായിരിക്കില്ല. ഓക്കെ. അത്രയും നല്ലൊരു പ്യുവർ സോൾ ആയിട്ട് അവർ മാറിയിരിക്കാം. അവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇപ്പം അത്രയും ക്ലിയർ ആയിട്ടും അല്ലെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ഒക്കെ ആയിട്ട്, അതായത് നമ്മൾ പണത്തിനാണല്ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൂടിയും പറയാം, അവർക്ക് അങ്ങനെ ഒരു എനർജി നിങ്ങളിലോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് അവരുടെ എനർജിക്ക് ഒരു കോട്ടം സംഭവിക്കുന്നില്ല. കാരണം അവരാണ് അതിന്റെ റിസോഴ്സ് എന്ന് പറയുന്നത്. അത്രയും രീതിയിൽ അവർ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പാടില്ല എന്ന് പറയാം ആദ്യമേ തന്നെ. അത് പാടില്ല എന്നാണ്, അതേപോലെ തന്നെ പറ്റില്ല എന്നും പറയുന്നത്. ഓക്കെ. ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്റെ എക്സ്പ്ലനേഷൻ എത്രത്തോളം മനസ്സിലായി എന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇതൊക്കെയാണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് ചുറ്റും, അല്ലെ? ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള എനർജി ഉണ്ട്. അപ്പം നിങ്ങൾക്കൊരു സമയം ആവാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റീഡിങ് നിങ്ങളിലോട്ട് എത്തിപ്പെടുള്ളൂ. അതൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ ഒരുപാട് എമൗണ്ട് ഉണ്ടായിട്ട് പോലും കാര്യമില്ല. നിങ്ങൾ സത്യം അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരിലോട്ട് എത്തിപ്പെടാനും നിങ്ങൾക്കൊരു നിയോഗം ഉണ്ടാവണം. ഞാൻ പറഞ്ഞു വേറെ ഏതൊക്കെ വഴി കൂടെ പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, എന്നാലും സാരില്ല, ഞാൻ പറയാണ്. ഓക്കെ. അതേപോലെ അങ്ങനെ ഒരു നിയോഗം കൊണ്ടായിരിക്കാം ഞാനും കറങ്ങി തിരിഞ്ഞ് ഈ ഒരു ടാരറ്റ് റീഡിങ് അല്ലെങ്കിൽ ഹീലിംഗ് എന്ന വഴിയിലോട്ട് എത്തിച്ചേർന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാനും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊരിക്കലും ഈ സ്പെൽസോ ഹീലിങ്സോ അല്ലെങ്കിൽ റീഡിങ്ങോ ആയിക്കോട്ടെ നമുക്കൊരിക്കലും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. അത് മണി ആക്രാന്തം നോക്കുന്നത് കൊണ്ടോ അങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ടല്ല, കാരണം എനർജിയാണ് ബേസ് ആയിട്ട് വരുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഫ്രീ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ, ഐ മീൻ യൂട്യൂബിൽ തന്നെ ഞാൻ ലൈവായിട്ട് ഫ്രീ റീഡിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഫ്രീ റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം ആ ഒരു സമയം ആവാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഞാനൊരു 2-3 വട്ടമൊക്കെ ഒരു 1 അവറിന് മേലെ 2 hours നിയറിലൊക്കെ ഞാൻ ഫ്രീ സെക്ഷൻ, അതായത് ലൈവായിട്ട് ഞാൻ ഇരുന്നിട്ട് റീഡിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ റീഡിങ് ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫ്രീ റീഡിങ് കിട്ടും. ഓക്കെ. അപ്പം ഫ്രീ റീഡിങ് വേണമെന്നുള്ളവർ അങ്ങനെ ചെയ്യാം, അങ്ങനെ ഇതാക്കാം. പേഴ്സണൽ റീഡിങ് എടുക്കാൻ വരുന്നവര് എന്തായാലും ഫ്രീ റീഡിങ് ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ. പിന്നെന്താ, കാരണം അതെല്ലാം നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമാണ് റെമഡീസ് എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പം നിങ്ങൾ ഏത് പ്രശ്നത്തിനാണ് വലയുന്നത്, ഇപ്പൊ മണി ബ്ലോക്കേജ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ വിശ്വസിക്കുക. പിന്നെ മാറ്റങ്ങൾ താനെ വന്നോളൂ. ഓക്കെ. അപ്പം ഇത്രയും പറഞ്ഞ് ഞാൻ പറയാൻ ഒരു കാര്യം കൂടി വിട്ടുപോയി. അതായത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പിൽ അകപ്പെട്ടു പോയി, അല്ലെങ്കിൽ നമ്മൾക്ക് അയാളെ മറക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ തന്നെ പല റീഡിങ് ചെയ്തിട്ടുണ്ട്, ഒരു പേഴ്സണിൽ നമ്മൾ സ്റ്റക്ക് ആയിട്ട് നിന്ന് പോകുന്ന ഒരു അവസ്ഥയുണ്ട് ചിലവർക്ക്. ഇത് എല്ലാവരുടെയും കാര്യമില്ല കേട്ടോ പറയുന്നത്, എടുത്ത് ഞാൻ പറയാണ്. നിങ്ങൾക്ക് ചിലപ്പം നമ്മളെല്ലാവരും ഒരു തരത്തിൽ ഒരു സൈക്കോ എന്ന് പറയില്ലേ, അത് നമ്മുടെ മനസ്സ് അത്രയും ഡിഫറെന്റ് ആണ് ഓരോരുത്തർക്കും. ഓക്കെ. അപ്പം അങ്ങനെ ചിലവർക്ക് ഭയങ്കരമായിട്ട് ഒരാൾ ഇഷ്ടപ്പെട്ടിട്ട് അയാളിൽ നിന്ന് മൂവ് ഓൺ ആവാൻ സാധിക്കാതെ നിൽക്കുന്നവരുണ്ട്. ചിലപ്പോൾ ആള് ലൈഫിൽ ഉണ്ടായിരിക്കില്ല,
അല്ലെങ്കിൽ നമ്മൾ വേറെ ലൈഫിലേക്കൊക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇപ്പോഴും ആ ഒരു പേഴ്സണെ വെയിറ്റ് ചെയ്യുകയും ആ പേഴ്സണെ ആ ഒരു രീതിയിലോട്ട് നമ്മൾ മറക്കാൻ സാധിക്കാത്ത രീതിയിലൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. ഓക്കെ, അത് വളരെ ഹൊറിബിൾ ആണ്. അത് അനുഭവിച്ചവർക്കാണ് അതിന്റെ ഒരു അവസ്ഥ മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ റെമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോണ്ട് കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ്. ആ ഒരു കോഡ് നമുക്ക് അയാളിൽ നിന്ന് ആ ഒരു ഇമോഷൻസ് ഇല്ലാതാക്കാന്നുള്ള രീതിയാണ്. അപ്പൊ അതിന് നമ്മൾ കോഡ് കട്ടിങ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യും, ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. കൂടുതലായിട്ട് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ആ ഒരു റെമഡിയും കൂടി ഉണ്ട് എന്ന് ഞാൻ പറയാണ് കേട്ടോ. അത് ഞാൻ വിട്ടുപോയി സംസാരിച്ച്. പിന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതിനൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് കാശില്ല, നിങ്ങൾക്ക് ഒരു നിർവാഹം ഇല്ല ഇത്രയും എമൗണ്ട് പേ ചെയ്യാനും ഇത്ര നാൾ വെയിറ്റ് ചെയ്യാനും ഒന്നിനും നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ അർപ്പിക്കാൻ നമ്മളെ പൂർണ്ണമായിട്ട് നമ്മള് ആ ഒരു ശക്തിയില് ആ ഒരു എനർജി, അല്ലെങ്കിൽ ഇപ്പം നിങ്ങള് എന്താ പറയാ യൂണിവേഴ്സ്, നിങ്ങള് ജീവിതത്തിൽ വിശ്വസിക്കുന്നവരല്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് എന്തായാലും ഒരു സുപ്രീം പവർ നമുക്ക് ചുറ്റുമുണ്ട്, നമുക്ക് മുകളിലുണ്ട്. ഓക്കെ, അതൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ആ ഒരു എനർജിയിൽ നിങ്ങൾ സ്വയം അർപ്പിക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് കുറെ മാറ്റം വരും. അതേപോലെ നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, അതിപ്പോ നിങ്ങൾ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ബുദ്ധിസം എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് അതിൽ ഉറച്ചു വിശ്വസിക്കാം. അതിലൊന്നും ഒരു തെറ്റില്ല. പക്ഷെ വിശ്വാസം എപ്പോഴും കൈവിടാതിരിക്കുക. ട്രസ്റ്റ്, അതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പിരിച്വൽ കൈൻഡ് ഓഫ് തിങ്സ് അറിയണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റീഡിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്, നിങ്ങൾക്ക് ടോപ്പിക് എല്ലാം കമന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് താഴെ പറയാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ. കുറെ സംസാരിച്ചു, കുറെ നീട്ടി വലിച്ചു പോയി, ക്ഷമിക്കുക. ഞാനിത് കട്ട് ചെയ്യുന്നില്ല വീഡിയോയും കാര്യങ്ങളൊന്നും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയണം. താങ്ക് യു.